ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് വിളവെടുപ്പും അല്ല, കൃഷി എടുക്കലൊന്നുമല്ല, പൂക്കളെ കാണിക്കലൊന്നുമല്ല. ഇന്ന് ഞങ്ങൾ കൃഷി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുളം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഫാം ഹൗസ്, നല്ല അടിപൊളി ഒരു കുളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ പറമ്പിൽ കുളം ഉണ്ടാക്കുന്നതും ആ പണിക്ക് ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട്. എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറച്ചൊക്കെ കൃഷികളൊക്കെ ഉണ്ട്. നനക്കാൻ വെള്ളമില്ല, വേനലായി വെക്കുമ്പോഴേ വെള്ളമില്ല. അപ്പം പമ്പ് മോട്ടർ വെക്കാമല്ലോ, അപ്പം അതിനുള്ള സൗകര്യം ചെയ്യാൻ പോവുക. അപ്പോൾ ഞങ്ങൾ പണിക്കാരടുത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ഫാം ഹൗസും കുളം കുഴിച്ചു, വെള്ളം കണ്ടു, ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്നാ വരി. ആ സ്ഥലം ഏതാണെന്നറിയോ? ഒക്കെ നിങ്ങൾക്ക് പണ്ടേ ഞങ്ങൾ കാണിച്ചു തന്നതാ. മോൻ വാങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ കുളമൊക്കെ കുഴിച്ച് മോട്ടർ വെച്ച് നല്ലൊരു ഫാം ഹൗസ് ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ മോൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുക അങ്ങോട്ടേക്ക്. ആദ്യം ഞങ്ങൾ കണ്ടു പരിചയമുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നടുക്കൂടെ റോഡ്, എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. എന്നാ വരി, നമുക്ക് കാണത്. ആ സ്ഥലത്തേക്ക് കാറിൽ പോണോ നടന്നു പോയാലും മതി, പക്ഷെ നടന്നു പോയാൽ കുറച്ചൊരു സമയം എടുക്കും. അപ്പം അതുകൊണ്ട് കാറിൽ പോകുക, എല്ലാവരും കൂടിയല്ലേ പോകുന്നത്. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഇതുവരെ മഴ കിട്ടിയില്ല. എല്ലാ സ്ഥലത്തും മഴ കിട്ടിയിട്ട് എല്ലാവരും സ്റ്റാറ്റസ് വെച്ച് കൊതിയാവുക മഴ കാണാൻ. അന്ന് യാത്രയിൽ അങ്ങ് അവിടെയും പടി വെച്ച് കണ്ടിരുന്നല്ലാണ്ട് ഇവിടെ മഴ കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് ഒരു മഴൻ്റെ കോളും ഉണ്ട്. അങ്ങനെ കൂടിയായിട്ടാണ് അവിടെ ഒരു മഴ കിട്ടിയാൽ നല്ലത്. ഞങ്ങളെ കൃഷിയൊക്കെ വാടുന്നു. നിൽക്കില്ല, ഇവിടെ വയനാട് കാപ്പി പൂക്കുന്ന ടൈമായത് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യത്തിൽ. ആ കാപ്പി പൂക്കുമ്പല്ലേ ഇവിടെ മൊത്തം എന്താ പറയാ, ഭയങ്കര സ്മെല്ലും ഒരു പൂപ്പൊലി പോലെ തന്നെ. പക്ഷെ അത് പൂക്കണമെങ്കിൽ മഴ കിട്ടണം. ഇവിടെ മഴ കിട്ടിയില്ല. ഇനി അടുത്ത വർഷം കാപ്പി എന്താവുക എന്തോ. മഴ കിട്ടിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അത് ഉഷാറിൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ മോനെടുത്ത സ്ഥലത്ത് ഞങ്ങൾ ഉദ്ദേശം തന്നെ കാപ്പി, പിന്നെ ഏലം, പിന്നെ കുറേ ഫ്രൂട്ട്സ് ചെടികളൊക്കെ നടാനാണ് ഉദ്ദേശം. അപ്പോൾ ഒരു കിണറുണ്ട്, ഓൾറെഡി വാങ്ങുമ്പോൾ കിണറുണ്ട് ഒന്ന്. പക്ഷെ അപ്പോൾ ഞങ്ങൾ കുളം കുഴിക്കുന്നത് മൊത്തത്തിലൊന്ന് നനക്കാലോ, സ്ഥലം വെറുതെ കടിക്കല്ലേ, വാഴ വെക്കുക, അങ്ങനെ കൂടി ഉദ്ദേശമാണ്. അങ്ങനൊക്കെ വിചാരിച്ച വാങ്ങി. അപ്പോൾ വിജയിക്കുക എന്താ അറിയില്ല. ഏതായാലും കുഴിച്ചിട്ട് വെള്ളം കണ്ടിട്ടുണ്ട്. സ്ഥലം എത്തി, ഇത്രേ വേണ്ടു, കുറഞ്ഞ ദൂരല്ലേ ഉള്ളൂ. എന്താ സ്ഥലം എത്തി. ഇവിടെ ഒരു റോഡൊക്കെ ഉണ്ടാക്കീന്. ഇതാ അടിപൊളി റോഡ്. ഞൽക്കൂടെ ഞങ്ങൾ ഇങ്ങ് പോവും. സ്ഥലം കണ്ടില്ലേ, ഇവിടെ മൊത്തം കമ്പിവേലി കെട്ടിയതായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങാണല്ലോ കുളം കുഴിക്കുന്നത്. അതുകൊണ്ട് വണ്ടി പോകണം, സാധനങ്ങളൊക്കെ ഇറക്കണ്ടേ. അപ്പം വണ്ടി പോകാൻ വേണ്ടി ഞങ്ങൾ നല്ലൊരു റോഡ് അങ്ങ് ഉണ്ടാക്കിയതാ. റോഡുണ്ടോ, വണ്ടി പോകാനുള്ള സൗകര്യവും ചെയ്തത്. മെയിൻ റോഡ് വന്ന് ഇങ്ങനെ നേരെ നടുക്കം മുറിച്ച് കൊടുത്തു. ഇനി പിന്നെ കുറേ മരങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ കൃഷി എടുക്കാൻ സാധനങ്ങൾ ഇറക്കണമല്ലോ, അതിന് വേണം. അപ്പോൾ റോഡ് ഞങ്ങൾക്ക് നിർബന്ധം. നടുക്കൂടെ നടവഴിയുണ്ട്. മരമൊക്കെ ഞങ്ങളിങ്ങനെ കെട്ടിട്ടെന്തിനറിയോ, അതെല്ലാം കണ്ടാൽ അറിയാം, റിബൺ കൊണ്ട് കെട്ടി അതെല്ലാം വിറ്റത്, ഒക്കെ മുറിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ നല്ലൊരു തോട്ടാക്കി മാറ്റി. എങ്ങനത്തെ തോട്ടം എന്നറിയാം, പിന്നെ ഇത് കാപ്പി, ഏലം, എല്ലാം വയനാടാണല്ലോ, നല്ലോണം ഉണ്ടാവും. വാഴ ഈ ഭാഗത്ത് വെക്കാൻ ഉദ്ദേശിച്ചില്ല. കാപ്പി നന്നായിട്ട് പൂക്കണമെങ്കിൽ നല്ല വെളിച്ചം വേണം. വാഴ വെച്ചാൽ മൂടിപ്പോവും സ്ഥലം. ഇതാ റോഡ് ഒക്കെ എന്താ നല്ല റോഡ്. കാറ് ഇങ്ങോട്ട് പോവും. ഞങ്ങളെ കാറ് ഇവിടെ മഴ പെയ്യിട്ട് പൊടിയാ, എന്നിട്ട് കാറ് മൊത്തം പൊടിയിലായി പോയി വിചാരിച്ചിട്ട് കാർ റോട്ടുമ്പോൾ തന്നെ അങ്ങ് വെച്ചതാ. ഇത് ഞങ്ങൾ നടക്കുക. നല്ല വീതി വെച്ചിട്ടോ റോഡ്, അടിപൊളി. ഞാനിന്ന് ആദ്യമായിട്ട് കാണും. ഇവിടെ റോഡ് ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ കുറേ മുറിച്ച് സ്ഥലം ഒഴിവാക്കി റോഡിന് വേണ്ടിയിട്ട്. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. കാപ്പി പോയില്ലല്ലോ, കാപ്പി അങ്ങനെ പോയില്ല എന്ന് തോന്നുന്നു. കാപ്പി കണ്ടില്ല, മൊട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതിപ്പം മൊട്ട ആവാൻ കാരണം എന്താ അറിയോ, ഒരു ചാറ്റൽ മഴ അങ്ങോട്ട് പെയ്തിരുന്നു. ചാറ്റലെന്നേ പറയാൻ പറ്റുമോ. അതുകൊണ്ട് ഇതങ്ങ് മൊട്ട് വിരിഞ്ഞു. ഇനി മഴ കിട്ടണം, ഇത് വിരിയണമെങ്കിൽ. മഴ കിട്ടിയിട്ടുമില്ല. അതാ ഞങ്ങൾ ത്വരിതഗതിയിൽ കുളം കുഴിക്കുന്നത്. പിന്നെ മോട്ടറൊക്കെ വാങ്ങി വെച്ചിരുന്ന വെള്ളം അടിക്കാമല്ലോ, അതിന് വേണ്ടി. പിന്നെ ഈ തോട്ടത്തിൻ്റെ ലാസ്റ്റ് വയൽ വരെ ഉണ്ട്. അപ്പം വയലിൻ്റെ അടുത്ത കുളം, അപ്പം വേഗം വെള്ളം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിരിഞ്ഞ് കാണിക്കണമെങ്കിൽ ഇപ്പോൾ അതൊരു മഴ അല്ലെങ്കിൽ വെള്ളം അടിക്കുക ചെയ്യണം. അതൊക്കെ വിരിഞ്ഞു. ഇതാ അവിടെ ഒക്കെ അതാ എല്ലാം വിരിഞ്ഞതല്ല, മൊട്ട് നിറയെ.
കൽപ്പറ്റ ഭാഗത്ത് പോയി നോക്കും അടക്കം വിരിഞ്ഞിനകം അവർക്ക് 2-3 വട്ടമൊക്കെ മഴ കിട്ടിയില്ല. ഇവിടെ ഒരു പ്രാവശ്യം കിട്ടിയില്ല. മരത്തിന് റിബൺ കെട്ടിയ കണ്ടോ? അതെന്തിനാന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെ നാട്ടിലൊക്കെ എന്നെ കിട്ടുമോ? എങ്ങനെ എപ്പാ കെട്ടി അറിയോ? ഈ തോട്ടത്തിൽ കുറേ മരങ്ങൾ മുറിച്ചൊഴിവാക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പം വിൽക്കണമെങ്കിൽ ഏതൊക്കെ മരമാണ് വിൽക്കാൻ വേണ്ടി വെച്ചെന്ന് അറിയണമല്ലോ വരുന്നവർക്ക്, എടുക്കാൻ വരുന്നവർക്ക്. അതിന് വേണ്ട എല്ലാത്തിനും പെട്ടെന്ന് കാണാൻ വേണ്ടി ഈ കളറിലുള്ള റിബൺ കെട്ടിയതാ. അങ്ങനെ വിറ്റു കൊണ്ടുപോകണം, അവർ കൊണ്ടുപോകണം. അത് ഒക്കെ വിറ്റിട്ട് നല്ല വെളിച്ചാക്കിയാലേ നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം വിറ്റ് ഒഴിവാക്കുന്ന. അപ്പം ഞങ്ങളിപ്പോൾ അടുത്താണല്ലോ തോട്ടം എടുത്ത്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൊട്ടിട്ടത് എന്താ നിറച്ച് മൊട്ടിട്ട്. ഒരു മഴ ഇന്ന് ഉണ്ടാവുമായിരിക്കും, ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ എടുത്തതിന് ശേഷം ജൂൺ മാസത്തിൽ വെച്ച കവുങ്ങ്, അതൊക്കെ കവുങ്ങൊക്കെ പെട്ടെന്ന്, കാരണം നമ്മൾ കവുങ്ങ് കുറച്ച് വലുപ്പമുള്ളതാണല്ലോ വാങ്ങുന്നത്. ഇതാ 1, 2, 3, 4, 5 അതൊക്കെ ഉണ്ട് ആളായി വന്ന്. കവുങ്ങ് എത്രയും പിടിപ്പിക്കാറ്, കവുങ്ങ് നീണ്ടങ്ങ് പോയിക്കോളൂ. മറ്റു മരങ്ങളാണ് പടർന്നിട്ട് തണലായി പോകുന്നത്. ഇവിടെ നല്ലൊരു ഇറക്കായിരുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി 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 ഞങ്ങൾ പോയിരുന്നു. പണ്ടത്തെ വീഡിയോയിൽ അതൊക്കെ ഉണ്ട്. ഇപ്പം നോക്കി നല്ല റോഡ്. ട്രാക്ടർ കണ്ടോ വന്നത്? ട്രാക്ടർ അവിടെ എന്തോ കയറ്റിയാന്ന് തോന്നുന്നുണ്ട്. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ ഈ വഴിയൊക്കെ കാണിച്ചിരുന്നു ഇതിൻ്റെ മുമ്പേ. ഒരു വല്ലാത്തൊരു വഴിയാണ്, കാരണം കുയ്യിൽ ഇങ്ങനെ ചാടി ചാടി കയറ് പിടിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയിരുന്നു. എൻ്റെ വീഡിയോയിലുണ്ട്, അത് പഴയ ചാനലിലൊക്കെ ഇതിലുണ്ട്. അന്നേരം അതൊക്കെ അപ്പം പോയി, അതൊന്നും ഇപ്പം അല്ല. അപ്പം ഞങ്ങളുടെ സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങുക, ഏത് പ്രായക്കാർക്കും ഇറങ്ങാം. കാലുവേദനയൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഇവിടെ കുറച്ച് മഴ പെയ്താലേ ഉറക്കുള്ളൂ, പൊടിയായിപ്പോയി. ഇതായിരുന്നു ആ കുഴി ഇവിടെ അല്ലേ. ഇറങ്ങി വന്ന സ്ഥലം നോക്ക്, ആ കയറ്റം ഇടിച്ചിട്ട് താഴെ ഇങ്ങനെ ഇറങ്ങി വന്ന സ്ഥലമാണത്. അതിനി കോൺക്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും വണ്ടി ഇവിടം വരെ എത്തും. ഇനി ഇതൊക്കെ ഞങ്ങൾ സാധനമൊക്കെ ആയിട്ട്, വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ തലയിലാക്കിയിട്ട് റോട്ടുമലേക്ക് പോവുക, തളിച്ചോടൊക്കെ വെച്ചിട്ട്. ഇനി അതൊന്നും വേണ്ട. ഇനി എന്താക്കുന്നറിയോ? വണ്ടി ഇവിടം വരെ വരും, നല്ല സുഖമാണ്. ഇനി നമുക്ക് എന്തും നടാ. വാഴൊക്കെ കാണിച്ചു തരാം ഇവിടെ നട്ടെ. കണ്ടോ അങ്ങനെ ആ കുന്ന് തന്നെ പറയാം, ഒക്കെ ഇടിച്ചിട്ട് അതിൽ കൂടെ വണ്ടി ഇങ്ങനെ വരുന്ന സൗകര്യമാക്കി. കണ്ടോ അതിൽ കൂടെ എങ്ങനെ വന്ന് 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 അതിലൂടെ എങ്ങനെ വന്ന് അതാ അവിടെ കണ്ടങ്ങൾ ഓടിട്ടത്. അതിപ്പോൾ ഒരു ഷെഡിന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഞങ്ങൾ അടിപൊളി ഫാം ഹൗസ് ആക്കി മാറ്റും. റിസോർട്ട് മോഡലല്ല, റിസോർട്ടിനേക്കാൾ ഒരു പടി മുന്തും. കാരണം ചുറ്റും കൃഷികൾ കാണാം, അതൊക്കെ കാണിച്ചു കൊണ്ടുള്ള അല്ല അടിപൊളി നല്ല കുളം ഇതെല്ലാം കാണും. ഈ തോട്ടത്തിൻ്റെ അങ്ങേ അറ്റം നോക്ക് വയലാ, നല്ല വയൽ ഇങ്ങനെ പച്ച പിടിച്ചതൊക്കെ. ഇവിടെ ഇങ്ങനെ ഫാം ഹൗസൊക്കെ ഉണ്ടാക്കി നോക്കി കാണാം അങ്ങോട്ടേക്ക്. കണ്ട നല്ല ഭംഗി ഉണ്ടാവും. അത്രയ്ക്ക് നല്ല സൗകര്യമുള്ള സ്ഥലം അത്. ഇപ്പം ഫാം ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ട് വിസിറ്റേഴ്സിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇത് വിജയിക്കുക. അത്രക്കും ഭംഗിയുണ്ടാവും. കുളം അവിടെ ഇട്ടോ ഞങ്ങൾ കുഴിക്കുന്നത്. കുളം എന്ന് പറയാൻ പറ്റില്ല, റൗണ്ടാപ്പ് കാണുന്നത്. ഞങ്ങളെ ഈ വീടാണ് ഞങ്ങൾ ഇപ്പം തൽക്കാലം ഒന്ന് കെട്ടിക്കൂട്ടിനേ ഉള്ളൂ. ഇനി നല്ല ഉഷാറാക്കി ഫാം ഹൗസാക്കി മാറ്റും. ഇതാണ് സംഭവം. കണ്ടില്ലേ? ഇപ്പം പണി സാധനങ്ങളൊക്കെ വെക്കാനുള്ള കൂട്ടുണ്ടാക്കലും ഒക്കെ ആയിട്ടുള്ളത്. ഇവിടെ മഴ പോയത് കൊണ്ട് എൻ്റെ ചെടികളൊക്കെ നോക്കി കായ്പോയത് നനക്കാൻ വരാൻ കഴിഞ്ഞില്ല, അപ്പടം ഉണങ്ങിപ്പോയി. നോക്കിയിട്ട് കാര്യമല്ല. ഞാൻ വന്നാലും ഇവിടെ കടിച്ച് വരലുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പറ്റൂല. കണ്ടോ ചക്ക ഉണ്ടായത്? അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല ചക്കയത്. ഈ ചക്ക കഴിഞ്ഞാലത്തെ ഞങ്ങൾ വിളവെടുത്തതാണ്. അന്നേരമൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചക്ക ഉണ്ടായത് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക കണ്ടാൽ ഞാൻ അവിടെ നിൽക്കും, എനിക്ക് അത്രക്കും ഇഷ്ടമാണ്. എനിക്കെന്ന് മാത്രമല്ല മക്കൾക്കും ഇഷ്ടമാണ് പഴുത്ത ചക്ക. അതൊക്കെ നനച്ചാൽ എങ്ങനെ ഉഷാറുണ്ടാവും. ഇവിടെ എന്ത് നല്ല മണ്ണാന്നറിയോ, നനക്കാൻ വരാൻ കഴിയിട്ട്. കണ്ടോ ഞാൻ നട്ട് പോയതിൻ്റെ ചെടിയൊക്കെ ആയിപ്പോയത്. എന്ത് ചെയ്യാനാ? ഇവിടെ വെള്ളവും മോട്ടറൊക്കെ പിന്നല്ലായത്. ഇപ്പം അതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് കൊളാക്കിയത്. ഇതാ എൻ്റെ ഡ്രാഗൺ ഇല്ലേ, ഈ പ്രായത്തിൽ പുരയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പ് നട്ടതിന് ഇല വന്നു, പുതിയത് വന്നു. ഇത് അനങ്ങിയില്ല. ഇതൊക്കെ വേര് പിടിച്ചത് നട്ടതാ. എൻ്റെ ചീര പഠിച്ചോനെനിക്ക് കാണാനാകുന്നില്ല, നനക്കേച്ച്. ഇനിയൊക്കെ ഉഷാറാവും. ഇനിയിപ്പോൾ അതങ്ങ് പോട്ടെ, പുതിയ ചീര നട്ട. ഇതിലൊക്കെ ഞാൻ കൃഷി എടുത്തതായിരുന്നു. എല്ലാം ഇതാട്ടോ, വെള്ളാട്ടോ മെയിന്, വളമൊന്നുമല്ല ചെടികൾക്ക്. ഇതൊക്കെ എങ്ങനെ ഉഷാറാവും? പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് ഉഷാറായി വന്ന് കുരങ്ങ കൂടി
അടുപ്പിച്ച് ചീന്തി രണ്ടാമതാളായി വന്നത് അതൊക്കെ. എന്താ എൻ്റെ മത്തമ്പള്ളി കണ്ടിട്ട് എനിക്ക് കരച്ചിലായിരുന്നു കേട്ടോക്കിയാ. നമ്മളെ മത്തമ്പള്ളി എന്തോ ഒരു ഉഷാറാ. നന കിട്ടീനെങ്കിൽ അവിടുത്തെ ഒക്കെ നനച്ചിട്ടേ. ഷെഡിലൊക്കെ ഒന്ന് നോക്കിയാലോ വരി, നമുക്കൊന്ന് കാണാം എന്തെന്താ സംഭവം എന്നറിയോ. പണിക്കാർക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സൗകര്യത്തിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയതാ. എന്താ പാത്രങ്ങളൊക്കെ ഉണ്ട്, തേങ്ങ കൊണ്ടുവച്ചുണ്ട്. സംഭവം അടിപൊളിയാ. പിന്നെ ഭയങ്കര ഉഷാറ് വിചാരിക്കുന്നവർക്ക് ഇത് 0 ആയിരിക്കും. ഇതൊക്കെ പൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച്. ഇത് ഞാൻ വരുമ്പം ഇവിടെ അടിച്ചാരി വൃത്തിയാക്കിയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നോമ്പല്ലേ. തളർന്ന് ഇതൊക്കെ പാത്രങ്ങൾ. ഇവര് ചോറ് വെച്ചിരുന്നു പണിക്കാർ. ഇന്നത്തെ കുളം കുളിക്കുന്നവര്. നോക്ക് ഇതൊക്കെ, ഇതൊരു മോഡലില്ലേ വെള്ളം കോരാ നോക്കിയാ. ഇതിനൊക്കെ ഒരു മോഡൽ കെട്ടാട്ടോ കെട്ടിയത്. ഇതാ വെള്ളം കുഴിച്ചെടുക്കാനെല്ലാം കൊണ്ടുവച്ച് പണിക്കാർ കയറി. അതാ നോക്കിയാ നട്ടതൊക്കെ ഇവിടെ ഉണ്ടോന്നുള്ളത്. വെള്ളമില്ലാത്തത് കൊണ്ട് കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ. കാന്താരി ഇതാ, ഇത് നനവൊന്നും വേണ്ടാന്ന് തോന്നുന്നു. കാന്താരി ഉഷാറിലുണ്ടായിരുന്നു. ഇതിങ്ങ് പറിച്ചെടുക്കണം. എന്താ തിരിഞ്ഞു വെക്കില്ല. അതാ ഈ ചെടി ഇവിടെ നല്ലോണം ഉണ്ട് കേട്ടോ. ഇത് ആഫ്രിക്ക മല്ലിച്ചപ്പെട്ട ഇതിന് പേര്. ഇത് നനവ് കിട്ടാത്തത് കൊണ്ട് ഇതിപ്പോൾ യാതിയായി നിൽക്കുക. അതിങ്ങോട്ട് നനവ് കിട്ടിയാലുണ്ടാവുന്നൊരുണ്ടാവല്. ഞങ്ങൾ കുറച്ച് മുമ്പ് കൈതച്ചക്ക അവരുടെ ഉണ്ട കിട്ടിയിട്ടുണ്ടായിന്. അതെല്ലാം പിരിച്ചു കുഴിച്ചിട്ട് അങ്ങോളം കുഴിച്ചിട്ടുണ്ട്. കുറച്ച് മഴ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ കൊണ്ട് അവിടെ പിടിച്ച് നിന്ന് തളിരൊക്കെ വന്നിന്. ഇനി പോവില്ല, ഇനി അങ്ങ് ഉഷാറായിക്കോ. അത് അങ്ങോളം 30-40 എണ്ണട്ടോ നട്ടിട്ടുണ്ട്. വലിയ അങ്ങ് വരെ കുഴപ്പമില്ല, ഒക്കെ പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേര് വയനാട് കാണാത്തവരാ. വയനാട് കാണണം, എൻ്റെ ഇവിടൊക്കെ കാണണം എന്ന് പറയുന്നവരേ ഉള്ളൂ. ആ വരുന്നവർക്ക് ഞാൻ ഇൻഷാ അല്ലാ ഇവിടെ അലങ്കരിച്ച് അടിപൊളിയാക്കി നിങ്ങൾക്ക് കണ്ണ് തള്ളുന്ന രീതിയിൽ വയനാട്ടിലെ ഈ സ്ഥലം കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒക്കെ സ്വപ്നങ്ങളാണ്. അങ്ങനെ പുറകെ നടക്കുന്നതാണ്. വലിയ സ്വപ്നങ്ങൾ കണ്ടാലല്ലേ നമുക്കൊക്കെ കുറച്ചെങ്കിലും നേടിയെടുക്കാനാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിലൂടെ ഞങ്ങൾ നടക്കുന്നത്. എല്ലാവർക്കും വയനാട് കാണാൻ വരണമെന്നാണ്. അപ്പം നമുക്ക് നല്ലൊരു കുളം, നല്ലൊരു ഫാം ഹൗസ്, തോട്ടം, പച്ചിപ്പ്, കാറ്റ്, അങ്ങനെയുള്ള നല്ലൊരു തണുപ്പ്. ഇവിടെ ജീവിക്കാൻ പറഞ്ഞ സൂപ്പറാണ്. എൻ്റെ നാട് കോഴിക്കോടാണല്ലോ, മുക്കം കൊടിയത്തൂർ. അവർ വന്നാൽ എന്താ ചെയ്യാറ്, എൻ്റെ അടുത്ത് വന്നാൽ വേഗം കിടന്നുറങ്ങല. കാരണം അത്രയ്ക്ക് സുഖം അവിടെ കിടന്നുറങ്ങാൻ. എഴുന്നേക്കാൻ തോന്നൂല, കിടക്കാൻ അത്രയ്ക്ക് നല്ലൊരു കാലാവസ്ഥ. AC ഒന്നും വേണ്ട. ഞാൻ നടന്നതാ തോട്ടത്തിൻ്റെ എങ്ങനെ അറ്റത്തെത്തി. വയൽ വക്കുതാ, ഇത് വയൽ വക്ക്. ഇവിടെ ഒരു കിണറുണ്ട്, ഞങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ട് ഒരു കിണർ. ആ കിണർ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ ഈ ഷൂ ഇട്ടത് തന്നെ ഞാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടു. ഈ ഷൂ ഇടാതെ നമുക്ക് നടക്കാനാവൂല തോട്ടത്തിലൂടെ. അതിന് പറ്റിയതാ ഷൂവിൻ്റെ പരസ്യം. അതിന് പറ്റിയതാ. ഇവലാരും അത് ഇട്ടിട്ടുമില്ല, വേറെ സൈസാ. ഇതാ ഇവിടെ കിണർ കണ്ടോ, ഈ കിണർ ആദ്യമല്ലതാ. ഇതാ വെള്ളമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതാ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്, മോട്ടർ വെച്ചിന്. ഇതാ വയലുണ്ടോ, ഇവിടെ വയൽ കൃഷി ചെയ്ത് നോക്ക്. എന്താ പണിക്കാർ വെച്ച് പണിയെടുത്ത് അങ്ങനെ ഉണ്ടാവും കേട്ടോ. മെനക്കെട്ട് പണിയെടുക്കുന്നവരാ അത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വാഴത്തോട്ടം പിടിപ്പിക്കുന്നവരാ. എന്താ ഇത് ഞങ്ങൾ നട്ടതാ. അതൊക്കെ പടുത്ത് നട്ടതാട്ടെ. ഞങ്ങളുടെ വളർച്ച എത്താത്തിനൊന്നും പറയണ്ട, പടുത്ത് നട്ടതാ. ഇത് നല്ലൊരു ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ നീളത്തിൽ വാഴ വെച്ചു കൊടുത്തു. വാഴ എൻ്റെ ഇടയിൽ കാപ്പിയും ഉണ്ട് കേട്ടോ. അതാ കാപ്പി വെച്ച്, അതൊക്കെ കാപ്പിയൊക്കെ ആളായി വരുന്നുണ്ട്. ഇതാ അതൊക്കെ ആളായി, ഒക്കെ തെളിഞ്ഞ് ചെത്തി എന്നാക്കുമ്പോൾ കാപ്പി കൊത്തിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി ഒരു കമ്പ് കുത്തി കൊടുത്തേനി. ഇത് ആ കമ്പൊക്കെ കഴിയുമ്പോൾ തന്നെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കുളം കാണാൻ വേണ്ടി പണി കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്നത്തെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വെള്ളം കണ്ടോ?
ആ നല്ല തെളിഞ്ഞ വെള്ളാണല്ലോ. മീനുണ്ടോ? എന്തെന്നാണത് എടുക്ക? മീൻ കൊണ്ടുപോയിട്ടാലുണ്ടാവും അല്ലേ? തവള അല്ലേ? തവള. ആ റിങ് ഇങ്ങനെയുള്ളതാ, റിങ്ങാല്ലേ ഇറക്കണ്ട്. ആ ആ അപ്പൊ അത് റൗണ്ടിലാ വരിക, ചതുരല്ല. ആ റിങ് പോലെ തന്നെ നല്ല മട്ടത്തിലുണ്ടാവും. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവൂലേ? ഞങ്ങളെ നാട്ടിലില്ലേ ഇത് കുഴിച്ച ഈ വെള്ള മണ്ണില്ലേ, അത് ചുമരൊക്കെ തേക്കീനു പണ്ട്. ഏ അതുകൊണ്ട് ഇനി തേക്കല്. പക്ഷെ ഇപ്പൊ ആർക്കും വേണ്ട അല്ലേ? ഇപ്പൊ ഒക്കെ ഭയങ്കര വീട് വന്നു ഇല്ലേ, ഇപ്പൊ ഇതൊന്നും ഇപ്പൊ പുരോഗതി ആയിപ്പോയില്ലേ. ആ മാവ് പൂത്തുണല്ലോ അനുസേ, മാങ്ങ ഉണ്ടായിനിതാ, ഓരോന്നോരോന്നുണ്ടായിന്. ഏ നിങ്ങൾ ഫുഡിന് എന്താക്കി ഉച്ചക്ക്? ആ അതാണ് അവിടെ ചെമ്പ് കണ്ട്. അല്ല വിൽക്കുന്നതിന് ഒക്കൂര, നല്ല കഞ്ഞി കുടിച്ചാൽ മതിയല്ലോ ക്ഷീണം മാറാൻ. ആ കുളം കുഴിച്ച മണ്ണ് നോക്ക്, നല്ല വെള്ള കളറ്. ഈ മണ്ണ് നിങ്ങൾ പണ്ട് എന്ത് ചെയ്യൽന്ന് അറിയുന്നവരൊന്ന് പറയണേ. ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് ചുമര് തേക്കാൻ എടുക്കുക. ഇപ്പല്ലേ വൈറ്റ് വാഷൊക്കെ വന്ന്. പണ്ട് ഇത് കലക്കി ഇങ്ങനെ തേക്കലിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കും വീട്ടിൽ. എന്നിട്ട് ചീത്തയാണ സമയത്ത് ആ ഉരുളങ്ങട്ട് എടുത്ത് നനച്ച് തേക്കിയിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനത്തെ വീട് കണ്ടവരുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ നല്ല വെള്ള കളറാ, ഇതാ നോക്ക്, വെളുപ്പ് കളറാ. ഇതില് ഉജാല ചേർത്തിട്ടും തേക്കുന്നവരുണ്ട്. ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചോലാണ് മക്കളെ. ഓ എന്താ അറിയോ, ഇത് തോടിന്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന കൈതയാ. അത് നോക്ക്, ഇത് നിറച്ചുണ്ട്. ഇത് തോടാ, ഇത് തോടാ. അപ്പുറം വയൽ, ഇത് തോട്, ഇത് തോട്ടോ. പലതും കാണിച്ചു തരാണ്ട് നിങ്ങൾക്ക്. ഇതാ അവിടെ കൈത കാണിച്ചു തന്നു. റോഡ് തോട് സൈഡ് ഇതൊക്കെ തോടാണല്ലോ. ഇത് തോട് ഇടിഞ്ഞു പോവാണ്ടിരിക്കാൻ നല്ലതായി ഇത്. പിന്നെ മുള കണ്ടോ, മുള ഇത്ര വലിപ്പമായി. ഇതാ ഇതിങ്ങനെ പരക്കുത്, അങ്ങനെ ഏച്ചൂട്ടി അങ്ങനെ ഉണ്ടാവും. ഇത് നമ്മൾ നടുന്നൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് വാങ്ങുമ്പോഴേ ഉണ്ട്. ഇതാ തോടിലൂടെ വെള്ളം പോണ ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അതിനൊക്കെ ഉള്ള വെള്ളം ഉണ്ട്. ഇതാ പറമ്പിന്റെ അങ്ങേ അറ്റുള്ള സ്ഥലം. അവിടുത്തെ ഭംഗിയൊക്കെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് എന്തല്ലോ ആകുക. കാരണം കുറേ പേര് ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ഫ്ലാറ്റിൽ ടൗണിലൊക്കെ താമസിക്കുന്നവരാണ്. ഞങ്ങളെ പോലെയുള്ള ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവർ കുറവായിരിക്കും. ഒരു ഗ്രാമീണ കാഴ്ച ഒന്ന് കണ്ടു നോക്ക്. ഇതാ തോട്, ഈ തോടിന് വടക്കം മുളയും കൈതയും ഉണ്ടായിട്ട് ആ ഭാഗം ഇടിഞ്ഞു പോയില്ല. അപ്പം നോക്ക്, ഇവിടെ ഇടിഞ്ഞു. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇടിഞ്ഞ്. ഞങ്ങളവിടെ എന്താ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഏച്ചൂട്ടി ഇങ്ങനെ വരും. സ്വന്തം തന്നെ പ്രകൃതിയെ അങ്ങോട്ട് വരും. അത് നമ്മളൊന്നും നടിയൊന്നും വേണ്ട. പക്ഷേ നടൽ നിർബന്ധം കേട്ടോ. ഇടിഞ്ഞു പോയി ഇവിടെ. വാഴ നോക്ക്, വാഴ വെച്ചതെല്ലാം കുഴച്ചിക്കില്ലേ. അതിൻ്റെ ഉള്ളിൽ ഇരുട്ട. അത്രക്കും നല്ല വെയിലത്തും പണിയെടുക്കുക. അതിൻ്റെ ഉള്ളിൽ എത്രയും പണിയെടുക്കുക. നല്ല ഇരുട്ട. കാരണം വെയിലില്ല, വെയിൽ തട്ടൂര. അതാണ് ഇതവിടൊക്കെ വളം കൊണ്ട് വെച്ചിരുന്ന ആൾക്കാർ. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെടി നിങ്ങൾ നഴ്സറി പോയി നോക്കേണ്ടി. ഇതാ ഫേമല്ലത്, ഇതാണ് ഇതിൻ്റെ ഉഷാറ്. കണ്ടാൽ നമ്മൾ ഈ നഴ്സറിയിലുള്ള പോലെയല്ല ഇവിടെ ഉണ്ടാകും. ഇവിടെ നല്ല ഉഷാറിലും കിട്ടുണ്ടാകും. കരുത്തിൽ തോടിൻ്റെ വക്ക്, കിണറിൻ്റെ വക്കൊക്കെ ഉണ്ടാകുന്നത്. ഇത് അലങ്കാര ചെടിയാണ്. ഇത് കൊട്ടാരത്തെ പിടിപ്പിക്കാൻ നല്ല ഭംഗിയുണ്ടോ. ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാര്യമല്ല. എന്ത് ഭംഗിയാൽ, എങ്ങനെ നോക്കാൻ തന്നെ ഭംഗിയാ, നല്ല രസമോ. അവിടെയൊക്കെ പച്ചിപ്പ് കണ്ടോളി. പച്ചിപ്പ് കാണാത്തവർ. വയലിൻ്റെ വാഴയും കവുങ്ങും ചെറിയ വാഴയും. ഞങ്ങളുടെയൊക്കെ ചെറുതാ, ഞങ്ങളുടെ ആളായി വരുന്നേ ഉള്ളൂ. കുളം ഇതാട്ടോ. ഈ കുളത്തിൻ്റെ ഒരു കഥ പറഞ്ഞു തരാണ്ട് ഞങ്ങൾക്ക്. ഇത് പാസ്സായത് ഇവിടെ ആൾ വന്ന് ഫീൽഡ് ഓഫീസറൊക്കെ വന്നിട്ട് കുളം പാസ്സാക്കി തന്ന്. അങ്ങനെ ഞങ്ങൾ കുളം കുഴിക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ ഓല അളവ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുള. ഈ മണ്ണൊക്കെ ഞങ്ങൾ എവിടെ തട്ടും. അപ്പോൾ അത് നടക്കുന്ന സാധ്യത അല്ല, അത് നടത്തൂരല്ലോ. അങ്ങനെ ഈ മണ്ണ് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം. തളർന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ സബ്സിഡി ഒന്നും നോക്കുന്നില്ല, നമുക്കൊരു കുളം ചെറുതങ്ങ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞങ്ങൾ കുളം ഇങ്ങനെ ചെറുതാവാൻ കാരണം. ഇങ്ങനൊന്നും അല്ലേ ഇനി ഭയങ്കര കുളം. അങ്ങനത്തെ കുളം കുഴിച്ചാൽ ഗവൺമെൻറ് നല്ല സബ്സിഡിയാണ്. അപ്പം ഇതിനൊന്നും കിട്ടൂല. അത് നമ്മൾ ഇഷ്ടത്തിന് കുഴിച്ചതാ, ചെറുതാ.
കാരണം മണ്ണ് ഇങ്ങനെ ഇട്ടാൽ മതി. അതല്ല മണ്ണ് കൊണ്ടുപോകാൻ വരെ കഴിയൂല. ഇവിടെ ഭയങ്കര വട്ടത്തിൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോഴേ JCB എന്നിട്ട് ഇതൊരു ദിവസം കൊണ്ടായി. ഇതാണ് ഞങ്ങളൊക്കെ ഉള്ളത്. റിങ് കണ്ടോ വലിയോയിട്ട് മേലെ വെച്ച്. ഇവിടെ വന്നപ്പോൾ ഏതായാലും കർമൂസല്ല ഉഷാർ, നല്ല ടേസ്റ്റുള്ള കർമൂസ. ഒരു കർമൂസ അങ്ങ് പറിക്കട്ടെ. പൊലച്ചക്ക് നല്ല ടേസ്റ്റാ. ചില ഓമക്കായ എന്നൊക്കെ പറയും, ഞാൻ ഇവിടെ കർമൂസ് എന്നാ പറയുക. അപ്പോൾ ഇതങ്ങ് പറിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിട്ടുന്നില്ല. ആച്ചിക്കാട്ടോ അത്. എന്നാ നല്ല അടിപൊളി കർമൂസ് വിളവെടുത്തു. ഇഷ്ടമായ കർമൂസിനെ ലൈക്ക് കൊടുക്കുവോ ഞങ്ങൾ? കുറച്ച് തേങ്ങ എടുത്ത് കർമൂസ് പറിച്ചു. ഇതിപ്പോൾ തലച്ചോടായിട്ട് കൊണ്ടുപോകണം റോഡ് മേലേക്ക്. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ അടുത്ത് റോഡ് മേലേക്ക് ഇങ്ങോട്ട് വരികയല്ലോ വണ്ടി. ഇങ്ങനെ തലക്ക് വെച്ച് ഇങ്ങനെ കൊണ്ടുപോക്കാം. വൈകുന്നേരം ഇതെന്തായാലും എടുത്തതെന്നറിയോ? എനിക്ക് നടാൻ പണിക്കാർ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങി കൊണ്ടുവരുന്നതൊക്കെ വളത്തിൻ്റെതൊക്കെയാണ് അത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഞാൻ എടുക്കുക. ഞാൻ എവിടെ ചാക്ക് കണ്ടാലും എടുക്കും. കഴിഞ്ഞ് കുളം കുഴിച്ചതും നിങ്ങളും കണ്ടില്ലേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് തേങ്ങ എടുത്ത് കർമൂസ് എടുത്ത് ഒക്കെ കഴിഞ്ഞ് പൂട്ടി പോവുക. നല്ല റോഡും കഴിഞ്ഞു. അടിപൊളി. അപ്പോൾ ഞങ്ങളെ പുതിയ തോട്ടത്തിൻ്റെ കാണിക്കൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.